ഈ മപ്രകളോട് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. ഇതൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളും മനുഷ്യരാണ്. നിങ്ങൾ കുറച്ചൊക്കെ ഈ മനുഷ്യത്വത്തിന് ഒരു വില കൽപ്പിക്കണം, ഒരു മര്യാദ വെക്കണം, ഒരു അതിർവരമ്പ് വെക്കണം. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. എം ലോറൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ വിഷയത്തിലൊരു തീരുമാനമെടുത്തു. ജനാധിപത്യപരമായ പ്രക്രിയയിൽ ഇനി അനുസരിച്ചാണെങ്കിൽ ഭൂരിപക്ഷ തീരുമാനമെടുത്തു. അപ്പോൾ ഒരു മകൾ വിഷയമുണ്ടാക്കാനായി വന്നു. ആ വിഷയമുണ്ടാക്കാൻ വന്നതിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് എന്താണെന്നും 100 വട്ടം കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നിലുള്ള ക്ഷുദ്രജീവിയായ ഒരാളിനെയും എല്ലാവർക്കും പരിചയമുള്ളതാണ്, ആരും പേര് പറയുന്നില്ലെങ്കിലും. അതിനുശേഷം നിങ്ങൾ നിർത്താതെ 2-3 ദിവസം അതിട്ട് ചർച്ച ചെയ്ത് ഇങ്ങനെ ആവേശം കൊള്ളുമ്പോൾ, ഇല്ല കടിച്ചാൽ കടികൊള്ളാത്ത ഏതാണ്ട് സാധനം പട്ടിയെ കൊണ്ടിട്ട് കടിപ്പിക്കുന്നത് പോലെ നിങ്ങൾ കടിച്ച് എന്താണ് ഈ സൂഹിക്കുന്നത്? സത്യത്തിലൊരു മര്യാദ വേണ്ടേ? അതിനെക്കുറിച്ച് പറയേണ്ടതല്ലേ? എം ലോറൻസ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഒരുപാട് ത്യാഗോജ്വലമായ ജീവിതം നയിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തിൻ്റെ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനെ പരിചരിച്ചതാരാണെന്നറിയാം, അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നതാരാണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുടുംബപരമായ പരീക്ഷണം എന്തായിരുന്നു എന്നും എനിക്ക് തോന്നുന്നു എറണാകുളത്തുള്ള ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകർക്കും അറിയാം. അദ്ദേഹം ഒടുവിൽ മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഈ പറയുന്ന ഹോസ്പിറ്റലിന് വിട്ടുകൊടുക്കാൻ മക്കൾ തീരുമാനിച്ചു. ആ മക്കൾ തീരുമാനിച്ചത്, അവർ ആ തീരുമാനം പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ സീനിൽ ഈ അവസാന നിമിഷം വന്ന് ഒരു മകൾ അവിടെ വളരെ വികാരപരമായി അവർ തന്നെ പറഞ്ഞ വാക്കുകൾ വെച്ചാണെങ്കിൽ അവർ പൊട്ടിക്കരഞ്ഞ് ഹൃദയം മുറിയുന്ന രീതിയിലൊക്കെയുള്ള ഷോ കാണിച്ചു, അല്ലെങ്കിൽ വികാരം പ്രകടിപ്പിച്ചു. അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞ 4-5 വർഷമായി അവരൊപ്പം ഉണ്ടായിരുന്നില്ലെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പാർട്ടിയും മറ്റുള്ള സംവിധാനവുമൊക്കെ ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ പരിചരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരാൾ വരുമ്പോൾ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ പുട്ടുകുറ്റിയും ടോർച്ചും കുടയുമായി നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. അത് അനാവശ്യത്തിന്, അതായത് അത് കോടതിയിൽ പോകുന്നു. ആ കോടതിയിൽ പോകുന്നതിൻ്റെ ഒക്കെ പിന്നിലുള്ള ക്ഷുദ്രജീവി ആരാണെന്നുള്ളത് എറണാകുളത്തുകാർക്ക് എല്ലാവർക്കും അറിയാം. ആ ക്ഷുദ്രജീവിയെക്കുറിച്ച് എല്ലാവർക്കും നല്ല രൂപമുണ്ട്. അങ്ങനെയൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഒടുവിൽ കോടതിയിൽ പോയി ഈ സംഗതിയുമായി വന്ന് കോടതിയും തീർപ്പ് കൽപ്പിച്ച് കഴിഞ്ഞ് പിന്നെയും നിങ്ങൾ പാതിരാവോളം അടുത്ത ദിവസത്തോളം ഇട്ടത് ചവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? യഥാർത്ഥത്തിലൊരു മരിച്ചുപോയ മനുഷ്യൻ്റെ കുടുംബ പ്രശ്നമല്ലേ അത്? അവർ സഹോദരങ്ങൾ അവരുടെ രമ്യമായി പരിഹരിക്കട്ടെ. അതേ നാറ്റിക്കാനും നാറ്റാനും വേണ്ടിയും പ്രസക്തിക്ക് വേണ്ടിയും കാണിക്കാൻ ആഗ്രഹിക്കുന്നവരുടേത് കാണാൻ വേണ്ടിയും കാണിപ്പിക്കാൻ വേണ്ടിയും നിങ്ങൾ നടക്കുന്നത് എന്തൊരു മര്യാദയാണ്? അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു മാന്യതയും മര്യാദയും ഇക്കാര്യത്തിൽ കാണിക്കണം എന്നുള്ളതാണ് വിനീതമായൊരു അഭ്യർത്ഥന.